എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പോളിടെക്നിക് കോളേജുകളിലേക്കുള്ള GCI കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ ക്ഷണിച്ചു. www.polyadmission.org എന്നുള്ള ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം GCI അഡ്മിഷൻ 2024-25 എന്നുള്ള ഈ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പേജിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഗവൺമെൻറ് കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ ഈ ഒരു 2 വർഷത്തെ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് സെക്രട്ടറിയൽ പ്രാക്ടീസ് പ്രവേശനത്തിലേക്കുള്ള അപേക്ഷയാണ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത് അതായത് ഈ ഒരു ജൂൺ 14 ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ജൂലൈ 8 വരെ ഈ ഒരു വൺ ടൈം രജിസ്ട്രേഷൻ ഫീസ് അടക്കാം. അതിനുശേഷം ജൂലൈ 9 വരെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാം, അതായത് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. അതിനുശേഷം അതിൻ്റെ താൽക്കാലിക റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് 11 ജൂലൈ 11. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് അപേക്ഷയിലെ ആപ്ലിക്കേഷൻ കറക്ഷൻസ് ചെയ്യാൻ സാധിക്കുക ഈ ഒരു ജൂലൈ 15 അതുപോലെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് ജൂലൈ 17 അതിനുശേഷം വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ ജൂലൈ 18 മുതൽ 20 വരെയും വിദ്യാർത്ഥികളുടെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് ജൂലൈ 24 വരെയുമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമായിരിക്കും ഇത് ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലാണ് ഈ ഒരു അതായത് സെക്രട്ടറിയൽ അതായത് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് സെക്രട്ടറിയൽ പ്രാക്ടീസ് എന്നുള്ള ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ലിസ്റ്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ജസ്റ്റ് അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഓൾറെഡി അത് ഡൗൺലോഡ് ചെയ്തെടുത്തുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തെടുത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം GCI മണ്ണന്തല തിരുവനന്തപുരം. അപ്പോൾ ഓരോ ജില്ലയിലും എത്ര വീതം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. ടോട്ടൽ 17 എണ്ണമാണുള്ളത്. അപ്പോൾ ചില ജില്ലകളിൽ 2 എണ്ണമുണ്ട്, ചില ജില്ലകളിൽ 1 ഉണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് അത് എവിടെയാണ് ആ ഒരു സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ അതിന് ഫോൺ നമ്പർ, വിലാസം എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസും ഇതിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ അതിനുശേഷം നമുക്കിതിൻ്റെ പ്രോസ്പെക്ടസ് നോക്കാം. അപ്പോൾ പ്രോസ്പെക്ടസ് മലയാളത്തിലാണ് കൊടുത്തിട്ടുള്ളത്, സാധാരണ ഇംഗ്ലീഷിലാണ് കൊടുക്കാറുള്ളത്. അതായത് പോളിടെക്നിക്കിൻ്റെതൊക്കെ ഇത് മലയാളത്തിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇത് നോക്കാം. അപ്പോൾ ഈ ഒരു കോഴ്സിലേക്ക് അപേക്ഷ നൽകാനുള്ള ആ ഒരു എലിജിബിലിറ്റി എന്താണ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ എലിജിബിലിറ്റിയും അതുപോലെ തന്നെ ഈ ഒരു കോഴ്സുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസൊക്കെ ഇതിൽ പ്രത്യേകം നൽകിയിട്ടുണ്ട്. അപ്പോൾ പ്രവേശനത്തിൻ്റെ യോഗ്യതയായിട്ട് SSLC ആണ് കണക്കാക്കുന്നത്. SSLC എന്നാണ് തോന്നുന്നത്. ജസ്റ്റ് നമുക്ക് നോക്കാം. അപ്പോൾ പ്രവേശനത്തിനായിട്ടുള്ള അതായത് ഈ ഒരു കോഴ്സിനെ കുറിച്ച് ജസ്റ്റ് ഒരു വിവരണം നൽകിയിട്ടുണ്ട്. അപ്പോൾ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഗവൺമെൻറ് കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ 2 വർഷത്തെ കാലാവധിയുള്ള ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് സെക്രട്ടറിയൽ പ്രാക്ടീസ് കോഴ്സാണ് നടത്തിവരുന്നത്. ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗ് ആൻഡ് വേർഡ് പ്രോസസ്സിംഗ്, മലയാളം ടൈപ്പ് റൈറ്റിംഗ് ആൻഡ് വേർഡ് പ്രോസസ്സിംഗ്, ഇംഗ്ലീഷ് ഷോർട്ട് ഹാൻഡ് എന്നിവയിൽ ഹയർ ഗ്രേഡും മലയാളം ഷോർട്ട് ഹാൻഡ് അതുപോലെ തന്നെ ഹിന്ദി ടൈപ്പ് റൈറ്റിംഗ് എന്നിവയിൽ ലോവർ ഗ്രേഡും, DTP ഇംഗ്ലീഷ് ആൻഡ് മലയാളം, കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ്, പൈത്തൺ പ്രോഗ്രാമിംഗ് എന്നിവ കൂടാതെ ആധുനിക സാങ്കേതിക വിദ്യയായ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉൾപ്പെടുത്തി ഡാറ്റ എൻട്രി, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, അക്കൗണ്ടൻസി, ബിസിനസ് കറസ്പോണ്ടൻസ് എന്നിവ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ സംയോജിപ്പിച്ച് പരിഷ്കരിച്ച സിലബസാണ് ഈ ഒരു കോഴ്സിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത്. സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖല, സ്വകാര്യ മേഖലകളിൽ വിവിധങ്ങളായിട്ടുള്ള തൊഴിൽ അവസരങ്ങളാണ് ഈ ഒരു കോഴ്സിലൂടെ ലഭ്യമാകുന്നത്. അതുപോലെ ടൈപ്പിസ്റ്റ്, കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ്, പേഴ്സണൽ അസിസ്റ്റൻറ്റ്, പേഴ്സണൽ സെക്രട്ടറി, സ്റ്റെനോഗ്രാഫർ, അതുപോലെ തന്നെ ക്ലർക്ക്, ടൈപ്പിസ്റ്റ്, അസിസ്റ്റൻറ്റ് ഇൻസ്ട്രക്ടർ ഇൻ GCI അതുപോലെയുള്ള കുറേ കോഴ്സുകൾ ഡീറ്റെയിൽസ് ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ കാലാവധി 2 വർഷമാണ്. അപ്പോൾ അപേക്ഷ ഫീസ് അതുപോലെ അപേക്ഷ സമർപ്പിക്കൽ വിവരങ്ങൾ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് 100 രൂപയാണ് പൊതുവിഭാഗത്തിന് ഫീസായിട്ട് വരുന്നത്. അതുപോലെ തന്നെ 50 രൂപയാണ് പട്ടികജാതി പട്ടിക വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഫീസായിട്ട് വരുന്നത്. അപ്പോൾ സമയപരിധിക്ക് ശേഷം ലഭിക്കുന്ന അപേക്ഷകളും അപൂർണമായിട്ടുള്ള അപേക്ഷകളും മുന്നറിയിപ്പ് കൂടാതെ നിരസിക്കുന്നതാണ് എന്നുള്ളതും, തെറ്റായ വിവരങ്ങൾ നൽകി പ്രവേശനത്തിന് ശ്രമിക്കുന്നത് കുറ്റകരവും പ്രവേശനം റദ്ദ് ചെയ്യുന്നതിന് കാരണം ആകും എന്നും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള റിസർവേഷൻ എന്തൊക്കെയാണ് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇതിൽ പ്രത്യേകം നൽകിയിട്ടുണ്ട്. ജനറൽ മെറിറ്റായിട്ട് ആകെ സീറ്റിൻ്റെ 50%, ബാക്കി സംവരണത്തിൽ ആണ് നൽകിയിട്ടുള്ളത്, സംവരണ സീറ്റാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് നിങ്ങളിതൊക്കെ കറക്റ്റായിട്ട് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് നോക്കുക. അതുപോലെ തന്നെ ഇതിൽ എന്തൊക്കെയാണ് സംവരണം, അതുപോലെ എന്തൊക്കെയാണ് ആനുകൂല്യങ്ങൾ ഉള്ളത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ SSLC പരീക്ഷയുടെ ആ ഒരു മാർക്കിനെ ആസ്പദപ്പെടുത്തിയിട്ടാണ് ഇതിലേക്കുള്ള പ്രവേശനത്തിനുള്ള റാങ്ക് പട്ടിക തയ്യാറാക്കുന്നത്. ആകെ ഗ്രേഡ് പോയിൻറ്റിനോടൊപ്പം ഇംഗ്ലീഷിൽ ലഭിച്ച ഗ്രേഡ് പോയിൻറ്റ് കൂടി ചേർത്ത് അന്തിമ ഗ്രേഡ് പോയിൻറ്റ് കണക്കാക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു ഏത് രീതിയിലാണ്, അതുപോലെ തന്നെ ഈ ഒരു സേ പരീക്ഷ, ബെറ്റർ മാർക്ക് പരീക്ഷ എന്നിവ
ഇവ പ്രത്യേക തവണയായി കണക്കാക്കുന്നതല്ല എന്നുള്ളതും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ഇത് കറക്റ്റായിട്ട് ഈ ഒരു ഇൻസ്ട്രക്ഷൻസൊക്കെ വായിച്ചിട്ട് നിങ്ങൾക്ക് അതുപോലെ തന്നെ പ്രവേശനം എങ്ങനെയാണെന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ പട്ടിക അഡ്മിഷൻ പോർട്ടലിലും സ്ഥാപനത്തിൻ്റെ നോട്ടീസ് ബോർഡിലും പ്രസിദ്ധീകരിക്കുന്നതാണ്. റാങ്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ അത് സ്ഥാപന മേധാവികൾ പ്രവേശന നടപടികൾ സ്വീകരിക്കുന്നതും പ്രവേശനത്തിന് നിശ്ചയിച്ചിട്ടുള്ള തീയതികൾ അപേക്ഷകർ പ്രവേശനം ലഭിക്കുന്ന സ്ഥാപനങ്ങളിൽ നേരിട്ട് ഹാജരാകേണ്ടതുമാണ്. നിശ്ചയിച്ച ദിവസം തന്നെ അപേക്ഷകർ പ്രവേശനത്തിൻ്റെ രക്ഷകർത്താവിനോടൊപ്പം ഹാജരാകണം. പ്രവേശന സമയത്ത് TC, സ്വഭാവ സർട്ടിഫിക്കറ്റ് എന്നിവയോടൊപ്പം പട്ടിക 2 സൂചിപ്പിക്കുന്ന പ്രമാണങ്ങളുടെ അസൽ ഹാജരാക്കേണ്ടതാണ്. അതുപോലെ ഒന്നിൽ കൂടുതൽ സ്ഥാപനങ്ങളിൽ പ്രവേശനത്തിന് ഹാജരാകാൻ ഉദ്ദേശിക്കുന്നവർ പ്രോക്സിയെ ചുമതലപ്പെടുത്താവുന്നതാണ്. അതായത് പകരം ഒരാളെ നിങ്ങൾക്ക് അതിനായിട്ട് ചുമതലപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റുകളാണ് ഈ ഒരു അഡ്മിഷന് പോകുന്ന സമയത്ത് ആവശ്യമുള്ളത് ഇങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ ഇതിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് നിങ്ങൾ വായിച്ച് നോക്കുക. അതുപോലെ തന്നെ ഫീസ് നിങ്ങൾക്ക് എത്രയാണ് ടോട്ടലായിട്ട് വരിക എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ നിങ്ങൾക്ക് ഈ ഒരു ജൂലൈ 7-ാം തീയതി വരെ നൽകാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.